അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ CPM ക്യാമ്പുകളിൽ തീർച്ചയായിട്ടും ഒരു ഞെട്ടലുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനൊരു വ്യക്തത പാർട്ടി പലവട്ടം ചർച്ച നടത്തിയിട്ടും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു 4 മാസം അപ്പുറം നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ നില പരുങ്ങല്ലായിരിക്കില്ലേ? പിണറായി വിയർക്കുകയും അതുപോലെ വിളർക്കുകയും ചെയ്യുകയില്ലേ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിലെ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്രാമ ബ്ലോക്ക് തലങ്ങളിൽ. അത് പ്രശാന്ത് മാഷ്, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പറഞ്ഞു അല്ല, ഇത് ഈ എല്ലാവരും പറയുന്നത് സെമി ഫൈനലാണെന്നാണ്. നമ്മൾ ഈ നമ്മുടെ കേരളത്തിലെ തദ്ദേശത്തിന് ശേഷമാണല്ലോ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പോൾ 2026 അതിൻ്റെ 4 മാസം, അതെ 6 മാസത്തിനിടയ്ക്ക്. അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പിണറായിയുടെ 2ാം ഗവൺമെൻറ് വരുന്നതിന് മുമ്പുള്ള തദ്ദേശം മൊത്തം അടങ്കൽ പിടിച്ചു. നമ്മൾ പറയത്തില്ല അടങ്കൽ പിടിക്കാന്ന് പറഞ്ഞു. ആ കോർപ്പറേഷനകത്ത് ഒരു കോർപ്പറേഷൻ മാത്രമായിരുന്നു, കണ്ണൂർ മാത്രമായിരുന്നു. മുനിസിപ്പാലിറ്റിക്ക് ഒപ്പത്തിനൊപ്പമായിരുന്നു. പിന്നെ പഞ്ചായത്തുകളൊക്കെ എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരു 50-60% CPMൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അതിനുശേഷം CPM അധികാരത്തിൽ അതിന് മുമ്പലത്തെക്കാട്ടി കൂടുതൽ വലിപ്പത്തിൽ അല്ലെങ്കിൽ എണ്ണം കൂട്ടി അധികാരത്തിൽ വരികയും ആ ഭരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും CPMൻ്റെ അല്ലെങ്കിൽ അവർ ധരിക്കുന്നതും അവരുടെ അവകാശവാദവും ഒക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യവും 2026 മൂന്നാമത് പിണറായി സർക്കാർ അധികാരത്തിൽ പിണറായി തന്നെയായിരിക്കും നയിക്കുന്നത് എന്നൊക്കെ അതിന് സാധ്യതയുണ്ട്. അപ്പം ഈ UDF ക്യാമ്പിൽ അല്ലെങ്കിൽ ഇതൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശത്തിൽ അവരുടെ ഒരു വരവ് അവർ പ്രതീക്ഷിക്കാത്തതാവുള്ളൂ. ആരും പറയട്ടെ, അവർ പ്രതീക്ഷിക്കാത്ത, കാരണം നമ്മൾ പറയത്തില്ല നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിച്ചു എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ പാർട്ടി സംവിധാനവും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ മാധ്യമങ്ങൾ അവരെ ഉയർത്തി കാണിക്കുന്നത് ഒഴിച്ചാൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള പാർട്ടി ഇല്ലാത്ത സമയത്ത് ഏറ്റവും നല്ലതുപോലെ തുലനം ചെയ്യുമ്പോൾ താഴെത്തട്ട് വരെ പ്രവർത്തിക്കാനും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനും കഴിവുള്ള CPMനെ പല സ്ഥലങ്ങളിലും പരാജയപ്പെടുത്തിയിട്ട് അവർക്ക് മേൽക്കോയ്മ നേടാൻ സാധിച്ചു. BJPയും അവരുടെ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. BJPയുടെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ BJP പൊതുജനത്തിൻ്റെ ഇടയ്ക്ക് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി കുറച്ച് പറയാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. CPM എപ്പോഴും പറയത്തില്ല, തോറ്റാലും പറയത്തില്ല, ശതമാനം നോക്കിയാട്ട് അല്ലെങ്കിൽ മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി നോക്കിയിട്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള 5% കുറഞ്ഞു. അപ്പോൾ BJP 25 ശതമാനക്കണക്കിനകത്ത് കൊണ്ടുവരേണ്ടിടത്ത് ലോക്സഭയെക്കാട്ടി 15% കുറഞ്ഞു. എണ്ണം കൂടി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, പന്തളം പോയി ഇട്ടുണ്ടെങ്കിൽ തന്നെയും അതിന് തുല്യമായിട്ട് മറ്റൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പിടിച്ചു, മുനിസിപ്പാലിറ്റി പിടിച്ചു ഒക്കെ പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച 600 സീറ്റുകൾ ഈ പറയുന്ന BJPക്ക് നഷ്ടമായിട്ടുണ്ട്, അറിയാമോ? അപ്പോൾ ഇപ്പം വന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുമ്പോൾ ഈ 600 കൂടെ നിലനിർത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണെങ്കിൽ അത് BJP പഠിക്കണ്ട, എവിടെ പോയതിന്? അപ്പം അത് BJPക്കകത്തും പോരായ്മയുണ്ട്. എന്താണ് അവരുടെ പോരായ്മ? അത് അവർ പഠിച്ചിട്ട് നമ്മൾ അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ ഇപ്പോഴും സാധ്യത എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിന് തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തിന് അറിയാമല്ലോ, PS മാഷിന് അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ മത്സരിക്കാൻ അല്ലെങ്കിൽ പാർട്ടി നേരത്തെ തീരുമാനിച്ചിരുന്ന ആളായാലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് എന്നെക്കാട്ടി കൂടുതൽ വലിയ പരിചയമുള്ള ആളാണ്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ മത്സരിക്കുന്നതിനകത്ത് ഒരു വ്യക്തിയുടെ സ്വാധീനം ആ വാർഡിൽ അയാൾക്ക് മാത്രമായിട്ട് ചെലുത്താൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അതേസമയം നിയമസഭയിലും ലോകസഭയിലും ശക്തമായ പാർട്ടി സംവിധാനമില്ലെങ്കിൽ നമ്മളിപ്പം ഈ PR വർക്കുമൊക്കെ നടത്തും, എന്നാലും താഴെത്തട്ടിൽ അങ്ങേയറ്റം വരെ ചെന്നെത്താൻ കഴിയുന്ന സംവിധാനം ഉള്ള പാർട്ടി ഇപ്പോഴും CPM ആണ്. അവരെ ഒന്ന് തിരുത്തി നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ തിരുത്തുന്നതിനും മനസ്സ് മാറ്റുന്നതിനൊന്നും അധികം കാലമൊന്നും വേണ്ട. തിരുത്തി തയ്യാറെടുപ്പോട് കൂടി വന്നാൽ നമ്മൾ PS അച്യുതാനന്ദൻ്റെ സമയം തൊട്ട് മാത്രം ഇങ്ങോട്ട് നോക്കിയാൽ PS അച്യുതാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തിനകത്ത് VSൻ്റെ കയ്യിൽ നിന്ന് അധികാരം ഉമ്മൻചാണ്ടി പിടിക്കുമ്പം 38 സീറ്റായിരുന്നു പറയുന്നത്. ആർക്കുള്ളത്? കോൺഗ്രസിനുള്ളത്. അന്ന് തുലോം അല്ലെങ്കിൽ 5 കൊല്ലം അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി പിടിക്കുമ്പം അന്ന് എനിക്ക് തോന്നുന്നു 21 സീറ്റിലേക്ക് വീണ്ടും കോൺഗ്രസ് വീഴുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 22 സീറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ 22 സീറ്റിലാണ് ഈ 97 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ജയിക്കുന്നത്. ആ സ്ഥാനത്ത് 77 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന CPI കൂടാതെ മത്സരിക്കുന്ന ഇവർക്ക്
ആ സമയത്ത് 44 സീറ്റുണ്ട്. ഏതാ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 44 സീറ്റ്. അതിനുശേഷം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം 62 തോന്നുന്നു, ഇപ്പോൾ 66. അതിൻ്റെ എണ്ണത്തിനകത്ത് ഞാൻ പറയുന്നതിനകത്ത് 1 2 ഇതിൻ്റെ വ്യത്യാസം വരുത്തും. അങ്ങനെ നിൽക്കുന്ന CPM മാത്രം. CPI ആണെങ്കിൽ 24 സീറ്റിൽ മത്സരിക്കുമ്പം അതിനകത്ത് ഇപ്പോൾ അവർക്ക് 15 സീറ്റുകൾ ഉണ്ട്. അപ്പം തൊട്ട് അടുത്ത ഘടകകക്ഷി. അപ്പം അതേ രീതി നിൽക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഏറ്റവും പ്രശ്നക്കാരൻ എന്ന് അല്ലെങ്കിൽ ആൾക്കാർ പറയത്തില്ലേ, വിദ്യാഭ്യാസമില്ലാത്ത, സംസാരിക്കാൻ അറിയാമേത്ത, ഗുണ്ട, അല്ലെങ്കിൽ നിയമസഭ ചവിട്ടിപ്പിടിച്ചു എന്ന്, ആ സ്ഥാനാർത്ഥി നിർത്തിയാണ് BJPയുടെ ഏറ്റവും പ്രോംപ്റ്റായിട്ടുള്ള ആദ്യം ജയിക്കാൻ സാധ്യതയുള്ള നിയമത്തിൽ ജയിപ്പിക്കുന്നത്. അതായത് അയാൾ ജനകീയനാണ്, ജനസമ്മതി അല്ല, അയാളുടെ മണ്ഡലത്തിൽ അയാൾ ജനകീയനാണ്. അയാൾക്ക് അവിടെ പാർട്ടിക്കാർ BJPക്കാർ പോലും ശിവൻകുട്ടിയാണെങ്കിൽ രഹസ്യമായിട്ട് അടിക്കും. അപ്പം ഇങ്ങനത്തെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ളവർ ഇപ്പം നിൽക്കുന്നില്ലേ, അല്ലെങ്കിൽ CPIയുടെ ഉണ്ടാവും, CPM ഉണ്ട്. ഇത് അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ അവരുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർട്ടി ഒന്നും നോക്കത്തില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന MLA ഉണ്ടോ, തിരുവഞ്ചേഷൻ എൻ്റെ കൂടെ നിൽക്കും, CPM വെച്ച്, അല്ലെങ്കിൽ മഹേഷ് എൻ്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ശിവൻകുട്ടി എൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പം 100 സീറ്റിലാണ് നിൽക്കുന്നത്, 2 സീറ്റിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ, 100 കൂട്ടിയായിട്ട്. ഈ 100-നകത്തുനിന്ന് 70, ഒരു 30 സീറ്റ് അങ്ങോട്ട് മാറ്റി നിർത്തിയാലും വീണ്ടും അധികാരത്തിൽ വരത്തില്ല. അല്ല, അതിനുള്ള സാധ്യതയല്ലേ കൂടുതൽ. ആ ഒരു പൊളിറ്റിക്സ് അല്ലേ ഇവിടെ കേരളത്തിലുള്ളത്. പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ PSN മാഷ് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നത് ഇതിനൊക്കെ അപ്പുറം ഇപ്പം മാറ്റം വന്നതുപോലെ മൊത്തത്തിൽ ആൾക്കാർ വികാരപ്പെട്ട് അങ്ങ് അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. അത്തരത്തിൽ വലിയ പ്രബുദ്ധമായിട്ടുള്ള ഒരു സംവിധാനമാണോ UDF? അത്തരത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന K കരുണാകരനെ പോലെയുള്ള നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ്, ഉമ്മൻചാണ്ടിയെ പോലെ നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ BJPയുടെ ഒരു കടന്നുകയറ്റം. പിന്നെ മാത്രമല്ല, ഇപ്പം വീണ്ടും UDFനുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ന്യൂനപക്ഷത്തിൻ്റെ കെയർ ഓഫിൽ കേരളത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. കാരണം ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷവും, ഈ ന്യൂനപക്ഷം വളരെ കൃത്യമായിട്ട് BJP കേക്കുമായിട്ട് പോയി കരോൾ ഗാനം പാടി വീടുകളിൽ കയറി യേശുക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞു. ഒരു പ്രശ്നവും നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ, സാറ് കോട്ടയം പരിശോധിച്ചാലും അവർക്ക് ഭൂരിപക്ഷത്തോളം പരിശോധിക്കുമ്പോൾ BJP അവർ തേച്ചിട്ടുണ്ട്. അപ്പോൾ സഭാമേലധ്യക്ഷന്മാർ പറഞ്ഞ സ്ഥാനത്തെ നിർത്തിയിട്ട് പോലും ജനം ചോട്ട് ചെയ്തില്ല. വടക്കോട്ട് നോക്കുമ്പോൾ മുസ്ലിങ്ങളെല്ലാം കൂടെ ഈ വെള്ളാപ്പള്ളി നടേശൻ പോയി പറഞ്ഞതും, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യം അയ്യപ്പനെ ഏറ്റെടുത്തപ്പെടുത്തുന്നു, അവിടെ ഒരു ധ്രുവീകരണം കൃത്യമായിട്ടുണ്ടായി, അതും അങ്ങ് സെറ്റായി. അപ്പോൾ ആ സെറ്റ് അല്ലെങ്കിൽ ആ നിൽക്കുന്ന നിപ്പ്, ഇപ്പോഴത്തെ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവനെ തല്ലിക്കൊന്നാലും ഒന്നാമത്തില്ല. കേരളത്തിൽ BJP ജയിക്കാത്തതിൻ്റെ കാര്യം അതാ. എങ്ങനെ വന്നാലും അവൻ 4 കമ്പലേ ഇരിക്കത്തുള്ളൂ. അവൻ ഈ മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ 4 കമ്പേ ഇരിക്കും. അപ്പം ആ രീതി വരുമ്പം ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ ഓക്കെ, UDF തന്നെ വരും. ഇപ്പം എന്താണ് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അത് എൻ്റെ ബാലിശമായ അഭിപ്രായമായിരിക്കാം, ഇദ്ദേഹത്തിൻ്റെ കാര്യം. നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ നോക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വെച്ചിട്ടാണ് പലപ്പോഴും പിന്നീട് വരുന്ന നിയമസഭ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതായിട്ട് ഈ തിരഞ്ഞെടുപ്പ് വിശാരദന്മാരെല്ലാം പറയാറുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, ഞാനിങ്ങനെ കുറച്ച് വർഷങ്ങൾ പിറകിലേക്ക് പോയി പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, ഗ്രാമസഭകളിൽ 500-ലധികം സീറ്റ് വാങ്ങുന്നതായ മുന്നണി, ആ മുന്നണിക്ക് ഭരണസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച പഞ്ചായത്ത് വാർഡുകൾ അല്ലേ, 500 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന മുന്നണി, അവർക്ക് എന്താണ് നിയമസഭ ഭരണം കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇതുവരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ പിണറായി വിജയൻ വേർക്കാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. 3-ാം ഊഴത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ പ്രശ്നം അതിൻ്റെ നിലനിൽക്കുന്നു. പക്ഷേ അത് മാത്രമല്ല ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രശാന്ത് സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് 30 സീറ്റുകൾ കളഞ്ഞാലും ബാക്കി 30 സീറ്റ് തോക്കട്ടെ, ബാക്കി 70 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 3 പേരും കൂടി ചർച്ച ചെയ്യുന്നത് പോലെയൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അവരുടെ തിങ്ക് ടാങ്കുകളൊക്കെ ഇരുന്ന് ഇതൊക്കെ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ LDFൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് 2 ടൈം പൂർത്തീകരിച്ചവരെ പുറത്താക്കുന്ന രീതിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF എടുത്തത്. ഇത്തവണ LDF അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രശാന്തിൻ്റെ സിദ്ധാന്തം ന്യായീകരിച്ചിട്ടാണത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു MLA എന്ന് പറഞ്ഞാൽ അവനൊരു നാട്ടുപ്രമാണിയാണ്. പലതരം സഹായങ്ങൾ പല ആളുകൾക്കും ചെയ്ത് ആണ് ഈ MLA-മാർ ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് രാഷ്ട്രീയത്തിന് അതീതമായ കുറച്ച് വോട്ട് വാങ്ങാനുള്ള ശേഷിയുണ്ട്. ആ ശേഷി ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ 2 ടൈം സിദ്ധാന്തം പൊളിക്കണം.
ശരിക്കും ജനാധിപത്യത്തിന് ഗുണകരമായ കാര്യമല്ല 2 ടേം സിദ്ധാന്തം പൊളിക്കാതിരിക്കൽ. കാരണം അങ്ങനെ പൊളിക്കണമെങ്കിൽ പുതിയ പുതിയ ആളുകൾക്ക് വരാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇവർക്കറിയാം 3-ാം ഊഴത്തിൽ കയറാനായിട്ട് ഈ പഴയ MLA-മാരുടെ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അവിടെ മത്സരിച്ചാൽ ചില മണ്ഡലങ്ങളൊക്കെ അവർക്ക് നിലനിർത്താനായിട്ട് കഴിയും. അങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരു 70-നും 75-നും സീറ്റിന് ഇടയ്ക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയും എന്ന് ഇടതുപക്ഷം കണക്കാക്കുന്നുണ്ട്. അതെ, അത് വേണമെങ്കിൽ യാഥാർത്ഥ്യമാകാം. എങ്ങനെയാണ് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ സ്വിംഗ് ഉണ്ടാകുന്ന സമയത്താണ്. അതായത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് ആഞ്ഞടിച്ച് തകർക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കണക്കൂട്ടലുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതെ പോകുന്നത്. അപ്പം നിലവിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നറിയാം. പക്ഷേ ഈ 3-4 മാസം CPM നേതാക്കൾ വാതുറക്കാതിരുന്നാൽ തന്നെ അവർ ജയിക്കും. അവരത് മാത്രം ചെയ്യേണ്ടിരുന്നായി. അതുപോലെ ചാനൽ ചർച്ചകളിലേക്ക് വരുന്ന അനിൽകുമാറിനെ പോലെ ആളുകൾ സംസാരിക്കാതിരുന്നാലും എന്ത് ചെയ്യും, CPM ജയിക്കാം. കാരണം ഇത് ഒരു ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോമുലേഷനാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുകയും ധിക്കാരവും ദാർഢ്യവും ഒക്കെ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭരണത്തിലേക്ക് വരാനായിട്ടുള്ള എല്ലാ വഴികളും ആളുകൾ വാശി പിടിച്ച് എന്ത് ചെയ്യും, അടച്ചുകളയും. അതില്ലാതിരിക്കാനായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സംഭാഷണങ്ങൾ കുറയ്ക്കുക, വിവാദങ്ങൾ ഇല്ലാതിരിക്കുക, ആളുകളുടെ മര്യാദയോട് പെരുമാറുക. അത്രയൊക്കെ ചെയ്താൽ തന്നെ നല്ല മത്സരത്തിലേക്ക് നല്ല മത്സരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ എൻ്റെ പൊതുവായിട്ടുള്ള ആഗ്രഹം ഇടതുപക്ഷം ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പുറത്തു നിൽക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഒരുപാട് കാലം വണ്ടിയൊക്കെ ഓടിച്ച് ചെയ്യാൻ വണ്ടിയൊക്കെ എന്ത് ചെയ്യും, ചീത്തയാവും. അതിന് മെയിൻ്റനൻസ് ആവശ്യമാണ്. ശരിക്കും ഇവർക്ക് മെയിൻ്റനൻസിൻ്റെ സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ കാര്യമായ രീതിയിൽ തിരിച്ചറിഞ്ഞ് അവരുടെ തെറ്റ് തിരുത്തി പ്രതിപക്ഷത്തിരുന്ന് വീണ്ടും രാഷ്ട്രീയമായിട്ട് ശക്തി പ്രാപിച്ച് തിരിച്ചു വരുന്നതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആര് ഭരിച്ചാലും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഈ ലോർഡ് ആക്ടൺ പറഞ്ഞ കാര്യം നമുക്കാർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല. പവർ കറപ്റ്റ്സ് അല്ലേ? അധികാരം എന്തായാലും മനുഷ്യനെ അതെ, അവൻ അഴിമതിയുടെയും അതേപോലെ തന്നെ അധികാര ദുർമോഹത്തിൻ്റെയും ഒക്കെ കൊടുമുടിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ആടിപ്പാടി നടക്കും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അവർ കണക്കാക്കില്ല. അപ്പോൾ ആര്യക്കെതിരായിട്ടുള്ള ആരോപണം എന്താ? ആര്യ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വാർഡിലുള്ള ആളുകൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ആര്യ മാത്രമല്ല, CPM മാത്രമല്ല, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇങ്ങനെയാണ്. അധികാരികളുടെ സ്വഭാവമാണ്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് തയ്യാറില്ല എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കാത്തതായിട്ടുള്ള അധികാരിയെ മിക്കവാറും തന്നെ അധികാര സിംഹാസനങ്ങളിൽ നിന്ന് ആൾ പിടിച്ചിറക്കും. അപ്പോൾ ഈ വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ CPM-ൻ്റെ നേതാക്കളൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ 3-ാം ഊഴത്തിലേക്ക് എത്തിച്ചേരേണ്ടെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു ഡാറ്റ വെച്ചൊക്കെ നോക്കിയാൽ അവർക്ക് വീണ്ടും വരാം, അതുപോലെ തന്നെ വീണ്ടും വേണമെങ്കിൽ പോകാം. കാരണം ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് 30 സീറ്റുകൾ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇപ്പോൾ 25-ലാണ് മത്സരം മാത്രം. ഇപ്പോൾ 25-ലാണ് മത്സരം. അതെ, 30 വേണം എന്നാണ് അവർ പറഞ്ഞത്. കാരണം അതിന് നോക്കൂ, മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷം പോലും ഇല്ലാണ് ഞങ്ങൾ തൂത്തുമാറ്റിയെന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ അവകാശവാദവും അഹങ്കാരവും ഉയർന്നു വരേണ്ടതായിരിക്കും. അവർ വടക്കൻ ജില്ലയിൽ മാത്രം സീറ്റ് പോരാ, തെക്കൻ ജില്ലകളിൽ ഞങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ MLA-മാരുണ്ടാവണം, അതിന് പറ്റിയ സീറ്റ് തരണം എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ വാദങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ അത് UDF-ന് ഗുണകരമാകില്ല. അവർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷേ എല്ലാവർക്കും അധികാരം ഉറപ്പിക്കലാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സിറ്റുവേഷൻ മാറാം. അങ്ങനെ മാറുമ്പോൾ ന്യൂനപക്ഷമാണല്ലോ, ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ. അതായത് നേരത്തെ കേരളത്തിൽ നിലനിന്നിരുന്നൊരു ഇക്വേഷൻ, അതായത് വിമോചന സമരത്തിന് ശേഷം നിലനിന്നിരുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ക്രൈസ്തവർ, അതേപോലെ തന്നെ മുസ്ലിങ്ങൾ, നായന്മാർ, ഇവരൊക്കെ കൂടി ചേർന്ന ഒരു മുന്നണി. ആ അവസ്ഥയിലേക്ക് തിരിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ UDF-ന് ജയിക്കാം. പക്ഷേ അവിടെ ഈ തരത്തിൽ മുസ്ലിം ആധിപത്യമാണ്, മുസ്ലിം ഭരണമാണ് വരണത് എന്ന മെസ്സേജ് വന്നാൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അവർ ഒന്നിക്കുന്നില്ലല്ലോ, അതാണ് ഇപ്പം നോക്കി വർക്കൗട്ട് ചെയ്യണൊക്കെ വർക്കൗട്ട് ആയില്ല. അങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രവചനം അസാധ്യമാക്കി തീർക്കുന്നത് ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്.
ഇപ്പോൾ ശരിയാണ്, ജയിച്ചു. ഈ കണ്ടീഷനൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ UDF തന്നെയാണ് അധികാരത്തിൽ വരേണ്ടത്. പക്ഷേ UDF അവിടെ പല സൈസ് പ്രശ്നങ്ങളാണ്. ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നത് അവർ ദപ്പടിച്ച് നോക്കുകയാണ് ഒന്ന്. രണ്ടാമത്തത്, അപ്പുറത്ത് മുസ്ലിം ലീഗ് നിന്നിട്ട് അതിൻ്റെ ആധിപത്യത്തിലേക്ക് വരണം എന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നു. കൊച്ചിയിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികാരം കിട്ടിയ സമയത്ത് കത്തോലിക്കർ ലത്തീൻ കത്തോലിക്കനാണ് എന്നുവെച്ചാൽ ഈ കൊച്ചി എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്ക അത് ക്രൈസ്തവ രാജ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഇവിടെ കൂടുതൽ വോട്ട് ഹിന്ദുവിനാ, 38-42. അതെ. അപ്പം അത് ഇങ്ങനെയൊക്കെ ഇവന്മാരൊക്കെ തുടങ്ങിയാലേ ഇവർക്ക് ഈ മനപ്പായസം കൊണ്ട് ജീവിക്കേണ്ടി വരും ചിലപ്പോൾ. അതാണ് പ്രശ്നം. BJPയുടെ കാര്യത്തിനകത്ത് പേഴ്സണൽ മാഷിന്റെ അഭിപ്രായം കേരളത്തിൽ BJPയുടെ സാധ്യതകൾ കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ ഉണ്ടായിരുന്നൊരു ഇമ്പാക്റ്റിൽ BJP ഇങ്ങനെ ഇടിച്ചു കയറി വരും എന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം മുഴുവനും എങ്ങോട്ട് പോയി? UDFലേക്ക് പോയപ്പോൾ UDFന് അർഹമായതിനേക്കാൾ കൂടുതൽ വിജയം കിട്ടിയെന്നാണ്. അങ്ങനെയാണ് BJP കുഴപ്പത്തിലായത് ശരിക്കും പറഞ്ഞു. അത് വരുമ്പോഴാണ് ഇപ്പോൾ ഒരു വലിയ ശക്തിയായിട്ട് അത് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അന്തരീക്ഷം അല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടത്. BJPക്ക് തിരുവനന്തപുരം ഭരിക്കാനായിട്ട് കിട്ടി എന്നല്ലാതെ മൊത്തം അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സുഖകരമായിട്ടുള്ള അന്തരീക്ഷം അല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ മാഷ് പറഞ്ഞ ആ മുസ്ലിം ഫാക്ടർ ഉണ്ടല്ലോ, ആ ഫാക്ടർ വളരെ കൂടി വരും. ഇപ്പം നമ്മളിപ്പോൾ കൊച്ചി ഡെപ്യൂട്ടി മേയർ, സമയം കുറവാണ്ട് ചുരുക്കി അങ്ങ് പറയാം, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തും അവർ ഡിമാൻഡ് വെച്ചു, അപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് UDF വരുമ്പോൾ പലരും അത് നേരിട്ട് വീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു റെപ്പർക്കഷൻ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. UDFന് ഈ പറഞ്ഞ 30 സീറ്റുമൊക്കെ വന്നു കഴിയുമ്പോൾ 5ാം മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ വമ്പിച്ച പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അതിൻ്റെ ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റ് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഷെയർ വളരെ ഒന്നും പോയില്ല BJPക്ക് പ്രയോജനം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷ പ്രകടനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ LDFന് ദോഷമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നിപ്പോൾ KM മാണി സാറ് 50 വർഷം മന്ത്രിയായിട്ട് പൂർത്തിയാക്കിയ ദിവസമാണ്. ആ ദിവസം തന്നെയാണ് പാലാ നഗരസഭ എന്ന് പറയുന്ന കരിങ്ങോഴി കുടുംബത്തിൻ്റെ പ്രതാപം കാണിച്ചിരുന്ന ആ നഗരസഭ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇപ്പോൾ അധികാരത്തിൽ അവിടെ വരുന്നത് UDFൻ്റെ സഹായത്തോടു കൂടി തന്നെ. അവിടെ തന്നെ MLA സ്ഥാനം നേരത്തെ തന്നെ പാലായിൽ നിന്ന് കേരള കോൺഗ്രസ് നഷ്ടപ്പെട്ടു. കേരള കോൺഗ്രസിൻ്റെ ബലം കൊണ്ടാണ് പത്തനംതിട്ടയുടെ ഒരു ഭാഗം, കോട്ടയത്തിൻ്റെ ഒരു ഭാഗം, ഒരുപക്ഷെ മൂവാറ്റുപുഴ ഭാഗങ്ങളിലോട്ടും കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം LDFന് നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് മധ്യ തിരുവിതാംകൂറിൽ. ആ നേട്ടം ഇനി ഈ പ്രാവശ്യം ഉണ്ടാവില്ല. കാരണം KM മാണിയുടെ പ്രതാപം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ദോഷകരമായിട്ട് വായിക്കാം. പിന്നെ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാം. മാഷ് പറഞ്ഞതുപോലെ എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്, പാർട്ടി സംവിധാനമുണ്ട് CPMന്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചത് പിണറായി വിജയൻ്റെ കൗശലം തന്നെയാണ്. അദ്ദേഹം കോടിയേരി വിട്ടിട്ട് കേരള കോൺഗ്രസുമായിട്ട് ഒരു ബ്രിഡ്ജ് സ്ഥാപിച്ചു. അതാണ് മധ്യ തിരുവിതാംകൂറിൽ ഒരിക്കലും ചെങ്കടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്തു. ആ പ്രതാപം അസ്തമിച്ചു എന്നാണ് ഇപ്പോൾ പാലയിലെ ഫലം സൂചിപ്പിക്കുന്നത്. അത് ദോഷമായിട്ട് വരാം. പാർട്ടി മെഷീനറി മുഴുവനുണ്ടെങ്കിലും മധ്യ തിരുവിതാംകൂറിൽ വോട്ട് കിട്ടാൻ വളരെ പ്രയാസമാണ് CPMനെ സംബന്ധിച്ചോടെ. ഞാൻ തൊട്ടറിയുന്നത് കൊണ്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു പ്രയാസമായിരിക്കും CPMന്. ഈ പറഞ്ഞ എത്ര 30 സീറ്റ് പോകുന്നെങ്കിൽ പോകുമ്പോൾ എത്ര ആവും? 69 ആവും. ആ 69 എന്ന് പറയുന്നത് നമ്മൾ ഈ 9 എണ്ണമെങ്കിലും കേരള കോൺഗ്രസിൻ്റെയാണ്. ആ 9 എണ്ണം കൂടെ പോയി കഴിഞ്ഞാൽ 60 ഉള്ളൂ. പിന്നെ വരുന്നത് എന്താണ്? UDFൻ്റെ അധികാരത്തിലേക്കുള്ള അല്ല, ഞാൻ CPMന്റെ 30 സീറ്റ് പോകുന്ന കാര്യമല്ലോ, മൊത്തത്തിലുള്ള കാര്യമല്ല. മൊത്തത്തില്ല. ഇതിനകത്ത് ഇനി ഇദ്ദേഹം പറഞ്ഞതിനകത്ത് കണക്കൂട്ടലിനകത്ത് വലിയ തെറ്റുണ്ട്. KM മാണി ഇരുന്നപ്പോഴത്തെ കേരള കോൺഗ്രസും വയ്യാത്ത ജോസഫ് ഇപ്പം നയിക്കുമ്പോഴുള്ള കേരള കോൺഗ്രസിൻ്റെ കൂട്ട് കേരള കോൺഗ്രസിന് ബലമില്ല. ബലമുള്ള UDFനകത്ത് ഒരേ ഒരു പാർട്ടി സംവിധാനം ആരാണ്? മുസ്ലിം ലീഗ്. അവർ 24 സീറ്റിൽ മത്സരിക്കുമ്പോൾ അവർക്ക് ഇപ്പം തന്നെ 18 MLA വരില്ല സാർ, 18 MLA. അതിൻ്റെ തോത് നോക്കണേ. 97 മത്സരിക്കുന്നവന് 20, 24 മത്സരിക്കുന്നവന് 18. അവർ 30 സീറ്റ് കൂടെ ചോദിച്ചാൽ അവർ കൊടുത്തേ കൊടുത്തുള്ളൂ. കാരണം ഫിക്സഡ് ഡിപ്പോസിറ്റ് അവിടെ. ഇപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും പിണറായി വന്നു, അവർക്ക് MLA-മാർക്ക് കുറവൊന്നും വരത്തില്ല. കാരണം അവിടുത്തെ സംവിധാനം അവർ അതുപോലെ ഒരുക്കിയത്. അതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ആരുടെയും സഹായമില്ലാതെ ഇന്ന് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ഒന്നേ ഒരു പാർട്ടി, ഒന്ന് CPM, രണ്ടാമത് മുസ്ലിം ലീഗേ ഉള്ളൂ. അപ്പോൾ അവരുടെ മുമ്പിൽ ചെന്ന് ഏറാൻ നിന്നേ ഒക്കൂ. ഇവർക്ക് ഒരു സീറ്റ് പോലും ഇവരുടേതായിട്ട് സഹായമില്ലാതെ ജയിക്കാൻ പറ്റത്തില്ല. അപ്പം നാം പറഞ്ഞത് അതിനകത്ത് മുസ്ലിം ലീഗ് UDFനകത്ത് ഈ പറഞ്ഞാൽ ഉടക്കിയാൽ അവർക്ക് നഷ്ടം വരും. പക്ഷേ മാണി ഓക്കെ,
അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കേരള കോൺഗ്രസ്, അദ്ദേഹം പറഞ്ഞ കേരള കോൺഗ്രസ്, അവിടെ എന്താണെന്നറിയാം, അവിടെ നോക്കുമ്പോൾ ഇപ്പോഴും കേരള കോൺഗ്രസ്സാ. ആരാ? ജോസഫിന്റെ കേരളത്തിലുള്ളവരെല്ലാം കൂടെ അങ്ങോട്ട് വോട്ട് ചെയ്ത്, ന്യൂനപക്ഷം എല്ലാം കൂടെ അങ്ങോട്ട് വോട്ട് ചെയ്ത് അവിടെ ജയിച്ചിരിക്കുന്നു. അപ്പം മാണിയുടെ മോനെ അവിടെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, ഞാൻ ആ മണ്ഡലത്തിൽ പോയിട്ടുണ്ട്, അമുൽ ബേബി എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്. കാരണം പണ്ട് ഇദ്ദേഹം ജയിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മാണി ചെയ്യുന്ന പരിപാടി എന്താ, ഞാനാടെ മത്സരിക്കും ഇങ്ങനെ പറയുന്നത്, ഞാനാ മത്സരിക്കുന്നത്. അതും അങ്ങനെ പറഞ്ഞാൽ പോലും അവിടുത്തെ ജനത്തിന് അദ്ദേഹത്തിന്റെ ആ പറച്ചിലിനെ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഓരോ ജനത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അയാള് സ്വന്തം, സാറേ എൻ്റെ ഒരു ഉദാഹരണം സത്യാക്കാം നമുക്ക്, സ്വന്തം അച്ഛൻ മരിച്ചിടത്ത്, ബാക്കി എല്ലായിടത്തും ജയിക്കുന്നുണ്ട്, കുമ്പൻചാണ്ടിയുടെ മോൻ ജയിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പലയിടത്തും, സ്വന്തം അച്ഛൻ മരിച്ചിടത്ത് രണ്ടാമത് മകനെ നിർത്തിയിട്ട് കോട്ടയത്ത് ക്രിസ്ത്യാനികളുടെ ഒരു ഐക്യത്തെ പറ്റി നമ്മളാരും പറഞ്ഞു കൊടുക്കണ്ടല്ലേ, തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവനെ എത്തരത്തിൽ അവർ കാണുന്നതാണ്. മാണിയോടുള്ള സ്നേഹം, ഒരു മാണി കരുണാൻ്റെ കൂട്ട് മാളെ കരുണാൻ ചെയ്ത പോലെ മാണി അവിടെ ഒരു ജോലി മേടിച്ചു കൊടുക്കാത്ത ഒരു വീടില്ലെന്നാണ് പറയുന്നത്. അവിടെ ഈ മോൻ തോക്കുന്നത്. അപ്പൊ മോൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ അത് വാസ്തവം. അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ സമസ്തയെ അനുനയിപ്പിക്കാൻ വേണ്ടി, സമസ്തയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടൊരു പ്രസംഗം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുണ്ട്. ആ രീതിയിൽ അതിന് കൗണ്ടർ ചെയ്യാൻ ഉള്ള ഒരു ശ്രമം LDF നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്തായിരിക്കും എന്നൊരു 4 മാസം കഴിഞ്ഞിട്ട് കണക്ക് പ്രവചനാതീതമാണ്. ഇപ്പോൾ ആഷ് പറഞ്ഞ പോലെ ഇതൊരു പ്രവചനാതീതമാണ്.